മലപ്പുറത്തെ കാട്ടാന ആക്രമണം ഉണ്ടായ വാണിയമ്പുഴ ഉന്നതിയിലേക്ക് ഫയർഫോഴ്സിന് ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല. ചാലിയാറിൽ അതിശക്തമായ ഒഴുക്കാണ്. ചാലിയാർ പുഴ കടന്നു പോകണം ഇവിടെ എത്താൻ. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം ഇക്കരെ എത്തിക്കാൻ NDRFിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഈ പുഴ കടന്നു പോകാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വിപിൻ സി വിജയൻ ചേരുന്ന വിശദാംശങ്ങളുമായി. വിപിൻ, ഈ ചാലിയാർ പുഴ അത്ര രീതിയിൽ കുത്തൊഴുകയാണോ? എന്താണ് വിവരം നമുക്ക് ലഭിക്കുന്നത്? പറയൂ. ചാലിയാറിൽ വലിയ ഒഴുക്കാണ്. ഇന്നിപ്പോൾ വൈകുന്നേരമാണ് കാട്ടാനാക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിലെ വാണിയമ്പുഴ നഗറിലാണ്. ഈ വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലിയാണ് മരിച്ചത്. ബില്ലി രാവിലെ അടുത്തുള്ള കൂൺ പറിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു. പിന്നീട് വൈകിട്ടും ബില്ലിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അവിടെ തെരച്ചിൽ നടത്തിയപ്പോഴാണ് സമീപത്ത് മൃതദേഹം കണ്ടെത്തിയത്. അതിന് തൊട്ടടുത്ത് തന്നെ ആനയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പിന്നീട് പടക്കമൊക്കെ പൊട്ടിച്ചാണ് ഈ കാട്ടാനയെ അവർ അകറ്റിയതും ഈ വനവകുപ്പിനെ ഉൾപ്പെടെ ഈ വിവരം അറിയിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് മൃതദേഹം ഇങ്ങോട്ടേക്ക്, അതായത് ചാലിയാറിന് അക്കരെയാണ് ഈ വാണിയമ്പുഴ നഗർ ഉള്ളത്. അവിടെ നിന്നും മൃതദേഹം ഇപ്പോൾ ഇക്കരയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടി 7 അംഗ സംഘമാണ് ഇവിടുന്ന് ഡിങ്കി ബോട്ടുമായി പോയത്. ഈ ചാലിയാറിൽ ഒഴുക്കായതുകൊണ്ട് തന്നെ ഡിങ്കി ബോട്ടിൽ 7 ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. ഇവർ 7 പേരും പോയ ഡിങ്കി ബോട്ട് മറിയുകയും അവർ സുരക്ഷിതരാണെങ്കിൽ പോലും ഒരു തുരുത്തിൽ ഒറ്റപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതോടെയാണ് NDRFിന്റെ സഹായം ഇപ്പോൾ വനം വകുപ്പ് ഫയർഫോഴ്സും ആവശ്യപ്പെടുകയും NDRF ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. NDRFിന്റെ 92 അംഗ സംഘം നിലമ്പൂരിൽ ഈ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുരക്ഷിതമായി എത്തിക്കുന്നതിനൊക്കെ വേണ്ടി അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ സംഘമാണ് ഇപ്പോൾ എത്തി ഈ ഫയർഫോഴ്സ് സംഘത്തെ ആദ്യം രക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ മൃതദേഹം അവിടുന്ന് കരയ്ക്ക് എത്തിക്കുകയോ ഒപ്പം തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിക്ക് മുൻപിലാണ് നമ്മൾ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മൃതദേഹം നാളെ മാത്രമായിരിക്കും ഇക്കരയ്ക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് അവസാനമായിട്ട് ലഭിക്കുന്ന വിവരം. അത്ര അതിശക്തമായ ഒഴുക്ക് ചാലിയാറിൽ തുടരുകയാണ്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒഴുക്കൊന്ന് കുറയും എന്നുള്ളത് മാത്രമാണ് ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിലായിരിക്കും അതിരാവിലെ മൃതദേഹം ചാലിയാറിന് ഇക്കരെ എത്തിക്കുകയും മറ്റ് നടപടികൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. ഒരുപക്ഷെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരിക്കും മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. 46 വയസ്സായിരുന്നു ബില്ലിക്ക്. SK. താങ്ക് യു. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.